വാർത്തകൾ വിശദമായി. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യ. ഭീകരരെ തുരത്താൻ വേണ്ടി വന്നാൽ ഇനിയും നിയന്ത്രണരേഖ മറികടക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതേസമയം ജമ്മുകശ്മീരിലെ പാമ്പോറിൽ സൈനികരും ഭീകരരുമായി ഏറ്റുമുട്ടൽ. സർക്കാർ ഓഫീസിൽ ഭീകരർ നുഴഞ്ഞുകയറി. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി? സോമി, എന്തായാലും ഭീകരാക്രമണം തുടർക്കഥയാവുകയാണ്. 23 ദിവസത്തിനുള്ളിൽ ഇത് 4 തവണയാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഭീകര സംഘം ആക്രമണം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും വേണ്ടി വന്നാൽ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഒരു മിന്നലാക്രമണം നടത്തുന്നതിന് മടിക്കില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി സൈനിക മേധാവിയുമായി അല്പസമയങ്ങൾക്കകം പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ കരസേനാ മേധാവി ദൽബീർ സിംഗ് നിലവിലെ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് പാമ്പൂരിലടക്കം അല്പസമയങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയ ഭീകരാക്രമണം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് സംസാരിക്കും. ഇതിനുശേഷം വീണ്ടും ഒരു മിന്നലാക്രമണത്തിന് ഇന്ത്യ തയ്യാറാകുന്നു എന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശവും നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒരു ദേശീയ മാധ്യമമാണ് ഇത്തരത്തിലൊരു ചർച്ച നിലവിൽ സർക്കാർ കൈക്കൊണ്ടു എന്നൊരു തീരുമാനം പുറപ്പെടുവിച്ചു. എന്തായാലും ഇന്ത്യ വീണ്ടും ഒരു മിന്നലാക്രമണത്തിന് നിലവിൽ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്ന സൂചനകൾ ശക്തമാണ്. അതേസമയം പാമ്പോറിൽ വീണ്ടും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. നിലവിൽ എന്റർപ്രൈനർഷിപ്പ് ഡെവലപ്മെന്റ് ബിൽഡിങ്ങിനകത്താണ് 5 അംഗ ഭീകരർ എന്ന് അനുമാനിക്കുന്നവർ എത്തിയിരിക്കുന്നത്. ഇവർ 2 മുതൽ 5 പേർ വരെ ഉണ്ടാകാമെന്നാണ് സൈന്യം പറയുന്നത്. ഇവർ ഈ ബിൽഡിങ്ങിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹോസ്റ്റൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നതിനായി ഇന്ന് പുലർച്ചെ 6:30 ഈ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇവിടെ കാവൽ നിൽക്കുകയായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വിവരം ഇവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ നിലവിൽ സൈനികരുടെയും മറ്റും ശ്രദ്ധ തിരിച്ചുവിടുന്നതിനായി ഈ ബിൽഡിങ്ങിലെ വയറിംഗ് മേഖലയിലേക്ക് വെടിയുതിർത്ത് ഈ ബിൽഡിങ്ങിനകത്ത് തീ പടർത്തുകയായിരുന്നു. തുടർന്ന് ബിൽഡിങ്ങിനകത്തെ 2 മുറികൾ അഗ്നിക്കിരയായി. ഈ സമയം ഈ ഹോസ്റ്റലിനകത്തേക്ക് പ്രവേശിക്കാൻ ഈ ഭീകര സംഘം ശ്രമിച്ചു. എന്നാൽ മറ്റൊരു സൈനിക സംഘം ഈ നീക്കം തടയുകയും ഇവർക്കെതിരെ വെടിയുതിർക്കുകയുമായിരുന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് മറയാക്കിക്കൊണ്ടാണ് സൈന്യത്തിന് നേരെ ഈ ഭീകര സംഘം വെടിയുതിർക്കുന്നത്. ഇവർ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ 100ഓളം മുറികളാണുള്ളത്. ഈ മുറികൾ മാറി മാറി കയറിയാണ് ഇവർ ഏറ്റുമുട്ടൽ നടത്തുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഭീകരനെയും ഇതുവരെ വധിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വരുന്നില്ല. എന്തായാലും ഈ ഭീകര ആക്രമണം തുടർക്കഥയാവുകയാണ്. ബാരാമുള്ളയിലും പൂഞ്ചിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ വീണ്ടും ഇപ്പോൾ ഗവൺമെന്റ് സ്ഥാപനത്തിനകത്ത് കയറി ഒരു ആക്രമണം നടത്താനാണ് ലഷ്കർ-ഇ തായ്ബ എന്ന പ്രാഥമിക നിഗമനത്തിലുള്ള ഈ ഭീകര സംഘം ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ ശ്രീനഗറിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലം കൂടിയാണ് ഈ പാമ്പോർ. അതോടൊപ്പം ജമ്മു ശ്രീനഗർ ഹൈവേക്ക് തൊട്ട് സമീപത്ത് കൂടിയാണ്. ഇതിൻ്റെ മറ്റൊരു വശത്ത് ജലം നദി കൂടിയാണ് ഒഴുകുന്നത്. വനമേഖലയും കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിനാൽ ഈ വനമേഖലയും നദിയും കടന്നാകാം ഈ ഭീകര സംഘം പാമ്പോറിലെ ഈ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് എത്തിയത് എന്നൊരു നിഗമനമാണുള്ളത്. പക്ഷേ ഈ നിലവിലെ സ്ഥലത്തുള്ള ആളുകളുടെയും മറ്റും ആഭ്യന്തരമായൊരു സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നു എന്ന സൂചനകൾ ശക്തമാണ്. കാരണം ഇത്തരത്തിലൊരു സഹായമില്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയും അസാധ്യമാണ്. അതിനാൽ ഈ ഒരു സാഹചര്യവും വിലയിരുത്തിയുള്ള അന്വേഷണം നടക്കുകയാണ്. അല്പസമയങ്ങൾക്കകം നിലവിൽ കരസേനാ മേധാവി ദൽബീർ സിംഗ് നിലവിൽ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിലെ ആക്രമണം സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വ്യക്തമാക്കും. ഇതിനുശേഷം ഇന്ത്യ വീണ്ടും മിന്നലാക്രമണം നടത്തുമോ എന്നത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ നിലവിൽ സേനാ മേധാവിക്ക് നൽകിയേക്കുമെന്നുകൂടിയാണ് അറിയുന്നത്. തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഭീകരരെ തുരത്താൻ വേണ്ടി വന്നാൽ ഇനിയും നിയന്ത്രണരേഖ മറികടക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതേസമയം ജമ്മു കാശ്മീരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനുള്ളിൽ 3 ഭീകരർ നുഴഞ്ഞുകയറി. അവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും നൽകി.